ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ഒരു മേജർ എന്ന ടെലിഗ്രാം മൈനിങ് ബോർഡിനെ കുറിച്ച് പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ട് ആ വഴി കയറുക. അപ്പോൾ നിങ്ങൾക്ക് ആ ബോർഡ് കയറിക്കാൻ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസാണ് നിങ്ങൾക്ക് വരിക. ഇതിൽ സ്റ്റാർസാണ് നിങ്ങൾക്ക് ഡെയിലി കളക്ട് ചെയ്യേണ്ടത്. മേജർ എന്ന ടെലിഗ്രാം ബോർഡിൽ സ്റ്റാർസാണ് കളക്ട് ചെയ്യേണ്ടത്. ഈ സ്റ്റാർസ് പറഞ്ഞാൽ ടെലിഗ്രാം സ്റ്റാർസ് ആയിട്ട് ആരും തെറ്റിദ്ധരിക്കരുത്. ഇത് ടെലിഗ്രാം സ്റ്റാർസ് അല്ല, അതിൻ്റെ അതുപോലെയുള്ള ഒരു ടോക്കണല്ല, പോയിൻ്റാണ്. ഇത് നിങ്ങൾ ഡെയിലി ടാസ്കുകളെയും ഫ്രണ്ട്സിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇത് 1-2 മാസം കഴിഞ്ഞ് നിങ്ങൾക്ക് ഈ പോയിൻറ്റ്സ് ഏതെങ്കിലും ടോക്കണായിട്ട് എക്സ്ചേഞ്ച് ആക്കിയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും എക്സ്ചേഞ്ചിൽ സെല് ചെയ്യാൻ പറ്റും. അതിൻ്റെ കാര്യങ്ങളെല്ലാം വരുമ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്റ്റാർസിൻ്റെ പോയിൻറ്റ്സ് എങ്ങനെ കളക്ട് ചെയ്യാൻ പറയാം. ഫസ്റ്റ് ഇവിടെ ഏൺ സെഷനിൽ പോയി കഴിഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് ഡെയിലി ഓരോരോ ടാസ്ക് കംപ്ലീറ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റാർസ് പറഞ്ഞ പോയിൻ്റ് കിട്ടും. പിന്നെ ഓരോ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, ട്വിറ്ററിൽ ജോയിൻ ചെയ്യുക, അങ്ങനെ. പിന്നെ സ്റ്റാർസ് പർച്ചേസ് ചെയ്യുന്ന സംഭവം ഉണ്ട്, അതിൽ നിങ്ങൾക്ക് പൈസ ഇറക്കണം. ഇതിൽ കുറേ പൈസ ഇറക്കേണ്ട കുറേ ടാസ്ക് ഉണ്ട്, അതൊന്നും കംപ്ലീറ്റ് ആക്കേണ്ട. ഫ്രീ ആയിട്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്ന കുറേ ടാസ്ക് ഉണ്ട്, അത് മാത്രം കംപ്ലീറ്റ് ആക്കാൻ ശ്രമിക്കുക. പിന്നെ പറയാനുള്ളത് ഇവിടെ ഗെയിം സെഷനിലാണ്. ഗെയിം സെഷനിൽ പോയി ഹോൾഡ് കോയിൻ അത് പറഞ്ഞു വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഹോൾഡ് കോയിൻ പറഞ്ഞാൽ നിങ്ങൾ ഈ കോയിൻ ഇങ്ങനെ 1 മിനിറ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത് ടൈമർ പോകണമായിട്ടില്ല, ഇങ്ങനെ 1 മിനിറ്റ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇതിൻ്റെ സ്റ്റാർസ് എന്ന പോയിൻ്റ് ഇങ്ങനെ കളക്ട് ചെയ്യാൻ പറ്റും. പിന്നെ പറഞ്ഞു വെച്ചാൽ റോളറ്റ് പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് ഡെയിലി 8 മണിക്കൂർ കൂടുമ്പോൾ സ്പിൻ ചെയ്യാൻ പറ്റും. ഞാൻ കുറച്ച് മുന്നേ സ്പിൻ ചെയ്തായിരുന്നു, അത് തന്നെ എനിക്ക് അടുത്ത 8 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് സ്പിൻ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് സ്പിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് സ്റ്റാർസ് എന്ന പോയിൻറ്റിനാണ് കളക്ട് ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ നിങ്ങൾ ഓരോ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്ത് തോറും നിങ്ങൾക്ക് ഇവിടെ സ്പിൻ ചെയ്യണതിൻ്റെ എമൗണ്ട് കൂടും, എത്ര തവണ അതിൻ്റെ ലിമിറ്റ് കമ്മിയാവും. പിന്നെ പറഞ്ഞു വെച്ചാൽ സ്വാപ്പ് കോയിൻ അത് പറഞ്ഞു വെച്ചാൽ നിങ്ങളിങ്ങനെ ഇവിടെയുള്ള ഈ കോയിൻ കണ്ടില്ലേ, 1 മിനിറ്റും കൊണ്ട് ഇങ്ങനെ ഓരോ ഈ കോയിൻ ടച്ച് ചെയ്തിട്ട് കളക്ട് ചെയ്യുക, അതാണ് സ്വാപ്പ് കോയിൻ പറഞ്ഞ സംഭവം. പിന്നെ പറയാനുള്ളത് ഗെയിമിൻ്റെ സെഷനിൽ ഇത്രയേ ഉള്ളൂ. പിന്നെ നോക്കുകയാണെങ്കിൽ ഇൻവൈറ്റ് സെഷനിൽ പോയി കഴിഞ്ഞാൽ വെച്ചാൽ നിങ്ങൾ ഓരോ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നതോറും നിങ്ങൾക്ക് കിട്ടുന്ന സ്റ്റാർസ് കൂടും. ഒരു ഫ്രണ്ട് ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 750 സ്റ്റാർസാണ് കിട്ടുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് പ്രീമിയം ടെലിഗ്രാമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് 1000 ആണ് കിട്ടുക, 1000 സ്റ്റാർസ് കിട്ടും. പിന്നെ ഇതിൽ പറയാനുള്ളത് പ്രൊഫൈൽ സെഷനിൽ പോയി കഴിഞ്ഞു വെച്ചാൽ നിങ്ങൾ കളക്ട് ചെയ്ത പോയിന്റ് സ്റ്റാർസ് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ബൂസ്റ്റ് റാങ്ക് അത് പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് ഈ സ്റ്റാർസ് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ അതിന് പൈസ ഇറക്കേണ്ടി വരും, അത് നിങ്ങൾ വലുതായിട്ട് ശ്രദ്ധിക്കുകയൊന്നും വേണ്ട. പിന്നെ ഇവിടെ നടുവിൽ ടോപ്പ് വേണ്ട സംഭവമുണ്ട്, ടോപ്പിൽ തൊട്ട് കഴിഞ്ഞു വെച്ചാൽ ഇതിൽ ഏറ്റവും അധികം സ്റ്റാർസ് കളക്ട് ചെയ്തവരുടെ ലിസ്റ്റാണത്. ഇത് വലിയ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ ഈ ബോർഡിനെ കുറിച്ച് പറയാനുള്ളത് മാക്സിമം പറ്റുന്ന പോലെ നിങ്ങൾ പോയിന്റ് കളക്ട് ചെയ്യുക, അത് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ലൊരു റവന്യൂ തന്നെ കിട്ടും. അപ്പോൾ പറ്റുന്ന പോലെ എല്ലാവരും മൈൻഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടാറ്റ ബൈ.